ശബരിമലയിൽ 2 വിഷയങ്ങൾ സംഭവിച്ചു. ശബരിമല അപ്ഡേറ്റ് നമ്മൾ ചെയ്യുന്നതാണ്. ഒന്ന്, 45 ദിവസത്തോളം ഒരു കാരണവുമില്ലാതെ തന്ത്രിയെ പിടിച്ചകത്തിട്ടു. അപ്പോഴാണ് ഇന്ന് ഈ അടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളും ചാനലുകളുടെയും ഒരു റിപ്പോർട്ടൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ SIT ആരുടെയൊക്കെയോ നിയന്ത്രണത്തിലാണ്. അതൊന്നുകിൽ ഇവിടുത്തെ IAS ലോബികളുടെ, അല്ലെങ്കിൽ IPS ലോബികളുടെ, അല്ലെങ്കിൽ സർക്കാരിൻ്റെ, അല്ലെങ്കിൽ ഏതോ ഒരു ടീമിൻ്റെ ഒരു ലോബിയിങ്ങിൽ നിൽക്കുകയാണ്, ഇൻഫ്ലുവൻസിൽ നിൽക്കുകയാണ് SIT. അല്ലെങ്കിൽ യാതൊരു തെളിവുമില്ലാതെ 45 ദിവസം തന്ത്രിയെ പിടിച്ച് അകത്തിടേണ്ട ഒരു കാര്യമില്ല. ഒന്നാമത്തെ വിഷയം, ഒരു ത്രെഡുമില്ലാതെ നമ്മളൊക്കെ തെറ്റിദ്ധരിച്ചു തന്ത്രി ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്നുള്ളത്. നമുക്കൊക്കെ വിഷമമുണ്ടായി. പക്ഷേ തന്ത്രി തെറ്റുകാരനല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണ് തന്ത്രിയെ പിടിച്ച് അകത്തിട്ടത്? രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട വിഷയം, ഒരു അപ്ഡേറ്റ്, ശബരിമല വിഷയം സുപ്രീം കോടതി ഏറ്റെടുത്തിരിക്കുകയാണ്. 67ഓളം സ്ഥാപനങ്ങളും ആളുകളും കൂടിയാണ്, NSS പോലുള്ള സ്ഥാപനങ്ങളും സംഘടനകളും ആളുകളും കൂടിയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. ഈ 67 പേരുടെയും വക്കീലന്മാരെ ചോദ്യം ചെയ്യും, അവർക്ക് പറയാനുള്ള കേൾക്കും. പക്ഷേ ഒരാൾ പറഞ്ഞത് അടുത്ത ആളിന് പറഞ്ഞാൽ കോടതി അത് കട്ട് ചെയ്ത് എന്തായാലും 67 പേരെ 2-3 ദിവസം കൊണ്ട് കേൾക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. അത് കഴിഞ്ഞ് ഓപ്പോസിറ്റ് ഉള്ളവരുടെ കേൾക്കും, എല്ലാം കേൾക്കും, ഗവൺമെൻറ്റിൻ്റെ കേൾക്കും. ഒരു അമിക്കസ് ക്യൂറിയെ വച്ചിട്ടുണ്ട്, അമിക്കസ് ക്യൂറി പറയുന്നതും കേൾക്കും. എന്താണ് കേൾക്കുന്നത് കോടതി? ഒന്ന്, ആർട്ടിക്കിൾ 14 അനുസരിച്ച് തുല്യത, കാസ്റ്റ്, ക്രീഡ്, സെക്സ്, ജെൻഡർ, അങ്ങനെ ഒന്നും, റിലീജിയൻ ഒന്നുമില്ലാതെ ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിൽ എല്ലാവരും തുല്യരാണ്. അങ്ങനെയെങ്കിൽ അവിടെ ശബരിമലയിൽ തുല്യതയില്ലേ സ്ത്രീകൾക്ക് കയറാൻ, ഏത് പ്രായത്തിലുള്ളതായാലും? ഇതാണ് ഒരു ചോദ്യം. രണ്ട്, ആർട്ടിക്കിൾ 25 അനുസരിച്ചും 26 അനുസരിച്ച്, പിന്നെ 14 തൊട്ട് 16 വരെയുണ്ട്, 18 വരെയുണ്ട്. ആർട്ടിക്കിൾ 25, 26 അനുസരിച്ച് മതസ്വാതന്ത്ര്യമുണ്ട്, റിലീജിയസ് പ്രാക്ടീസിലുണ്ട്. എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറയുന്ന സംവിധാനമുണ്ട്, റിലീജിയസ് പ്രാക്ടീസുമുണ്ട്. എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ മാറ്റാൻ പറ്റുന്നതല്ല, അത് അത്യാവശ്യമാണ്. ആ പ്രാക്ടീസ് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയുള്ള ഒരു റിച്വൽസിലാണോ ഇത് വരുന്നത്? അങ്ങനെയുള്ള റിച്വൽസിലാണ് ശബരിമലയിൽ സ്ത്രീകളെ, പർട്ടിക്കുലർ പ്രായത്തിലുള്ള സ്ത്രീകളെ കയറ്റക്കൂടാ എന്ന് പറയുമ്പോഴും ഉള്ളൊരു പ്രശ്നം, ഇപ്പുറത്ത് കിടക്കുന്ന പ്രശ്നം എന്തെന്നാൽ, വലിയൊരു പ്രശ്നം ഇപ്പുറത്ത് കിടപ്പുണ്ട്. അതെന്തെന്നാൽ, പിന്നെ ഭരണഘടന എടുത്ത് പൊക്കി ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ കീഴിലല്ലേ നമ്മൾ? തീർച്ചയായിട്ടും ഭരണഘടനയുടെ കീഴിൽ തന്നെയാണ്. പക്ഷേ ഭരണഘടന എഴുതിയപ്പോൾ അമേരിക്കൻ ഭരണഘടന നോക്കി, ലോകത്തിലെ ഒരുപാട് ഭരണഘടനയിൽ നിന്നാണ് നമ്മൾ വിവരങ്ങൾ എടുത്തത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് റിലീജിയസ് ഫ്രീഡത്തെ നമ്മൾ എടുത്തിട്ടുണ്ട്. അതിനെ കോടതികളുടെ നിയമങ്ങൾ വെച്ച് മാത്രം റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട്. സ്റ്റേറ്റിന് ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. സ്റ്റേറ്റിന് റിലീജിയസ് പ്രാക്ടീസസ് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇവിടെ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ യൂണിയൻ ഗവൺമെൻറ്റാണ്. അവർക്ക് വേണമെങ്കിൽ പുതിയ നിയമം കൊണ്ടുവന്നുകൊണ്ട് ആർട്ടിക്കിൾ 25ൻ്റെ ഉപവിഭാഗമായി ഒരു അമെൻമെൻറ്റ് വേണമെങ്കിൽ കൊണ്ടുവരാം. അതിനുള്ള സാധ്യതയുണ്ട്. അത് കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുമോ? അതുപോലെ തന്നെ സുപ്രീം കോടതി ഈ ആർട്ടിക്കിൾ 25, 26 പിടിച്ചുകൊണ്ട് ആർട്ടിക്കിൾ 14നെയും കൂടെ പിടിച്ചുകൊണ്ട് വീണ്ടും എന്ത് ഉത്തരവാണ് ഇറക്കുന്നു എന്നറിയാൻ നിയമവൃത്തങ്ങളിലും പൊതുസമൂഹത്തിലും വലിയ കൗതുകമുണ്ട്.